പ്രൈസ് ലോർഡ്. ചില മനുഷ്യർ കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങളെ ഓർത്ത് അവരെന്നും ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കും. തീർക്കാനൊക്കാത്തതായ സങ്കടങ്ങൾ, തീർക്കാനൊക്കാത്തതായ ആവലാതികൾ, അവരനുഭവിച്ചു വന്നതായ കഷ്ടതയുടെ നാളുകൾ, സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ അവർക്ക് ഓർമ്മയെ കാണുകയില്ല. എന്നും എന്നും പഴയ കാര്യങ്ങളും പഴയ ദുരനുഭവങ്ങളും ഓർത്ത് സങ്കടപ്പെടുന്ന മനുഷ്യർ. ലോകത്തിൽ ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെയാണ്. പല കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയവർ, നഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയവർ, ബിസിനസ് എല്ലാം തകർന്ന തരിപ്പണമായി, കൃഷിയെല്ലാം ഒരനുഭവവുമില്ലാതെ എപ്പോഴും ദുഃഖത്തിൻ്റെ സന്ദേശം മാത്രം ചില ഭവനങ്ങളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്നാൽ അവരുടെ കണ്ണുനീരിൻ്റെ അനുഭവം മാത്രമേ പറയാറുള്ളൂ. അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു വാക്കില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ വെളിവായി വരേണ്ടതായ ഒരു സന്തോഷത്തിൻ്റെ വാക്കുകൾ അവരിൽ നിന്നും എന്നേക്കുമായി ഓടിമറിഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും. ഇസ്രായേൽ ജനത്തിലും അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹഗ്ഗായി പ്രവാചകനിൽ കൂടെ സംസാരിക്കുന്നതായ വചനത്തെ നമുക്ക് ഈ പ്രഭാതത്തിലൊന്ന് വായിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അങ്ങനെ വിലപിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിന്റെ വിത്ത് ഇപ്പോഴും കളപ്പുരയിൽ നീ കൂട്ടിവെച്ചിരിക്കുകയാണോ? വിതയ്ക്കാനുള്ളതായിരുന്നു, വിതയ്ക്കാനാണ് നിന്റെ കയ്യിൽ വിത്ത് തന്നത്. പക്ഷെങ്കിൽ നീ അത് സമയത്ത് വിതയ്ക്കാഞ്ഞത് കൊണ്ട് അത് നിനക്ക് ഫലം തരാതെ പോയി. അത് കിളിർക്കാത്ത വിത്തായി കളപ്പുരയിൽ ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കിളിർക്കാത്ത ഒരുപാട് വിത്തുകൾ ഉണ്ട്. ദൈവം ചോദിക്കുകയാണ് വീണ്ടും, മുന്തിരിവള്ളിയും മാതളവും അത്തിവൃക്ഷവും ഒലിവ് മരവും ഇതൊന്നും നിനക്ക് ഫലങ്ങളൊന്നും തരുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ എന്നും സങ്കടമാണോ? എന്നാൽ ദൈവത്തിൻ്റെ ജനത്തോട്, അങ്ങനെ വിലപിക്കുന്നതായ ജനത്തോട് ദൈവം പറയുകയാണ്, 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഇന്ന് മുതൽ മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. അതിനുശേഷം 19-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ദൈവം അവരോട് പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുന്നവരാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ വേദനകളുടെ, പരിഹാസത്തിന്റെ, നിന്ദയുടെ, അപമാനത്തിന്റെ, തോൽവികളുടെ വാക്കുകളും അല്ലെങ്കിൽ കണക്കെടുപ്പുകളും നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം പോലും നമ്മുടെ വിത്തിനെ വിതച്ച് അതിൻ്റെ വിളവെടുക്കാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം ധാരാളം വിത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ വിത്ത് എന്താണ് കാണിക്കുന്നത്? വിശ്വാസ ജീവിതത്തെ കാണിക്കുന്നു, വിശ്വാസത്തെ കാണിക്കുന്നു, പ്രത്യാശയെ കാണിക്കുന്നു. അനേക അർത്ഥങ്ങൾ വിത്തിലുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായ ആശ്വാസങ്ങൾ, പ്രത്യാശ, അല്ലെങ്കിൽ നമ്മളിൽ ഒരു വിശ്വാസം, ഒരിക്കലും മുതിർന്നു പോകാത്തതായ, ഫലം തരുന്നതായ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി എങ്ങനെ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ കഴിയുമെന്നുള്ളതായ പ്രത്യാശ നൽകുന്നതായ അനേക വിത്തുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വചനം തന്നിട്ടുണ്ട്. വചനം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെങ്കിൽ നമ്മളതൊക്കെ നമ്മുടെ ഉള്ളിൽ കളപ്പുരകളിൽ കൂട്ടിവെച്ചിരിക്കുക. വിതയ്ക്കില്ല, വിതയ്ക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും അത് വിതയ്ക്കണം, അതിനെ പുഷ്ടിപ്പെടുത്തണം, അത് കൃഷി ചെയ്യണം, കൃഷിനിലങ്ങൾ ഒരുക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും. പക്ഷെങ്കിൽ ഫലം തരാത്ത മുന്തിരിവള്ളികളെയും അനേക അനുഭവങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തക്കാരെയും മാതാപിതാക്കളെയും മുന്തിരിവള്ളികളാകുന്ന കുഞ്ഞുങ്ങളെയും തലമുറകളെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നൊന്നും ഫലം തരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ആവലാതി പറയുന്നവരായി. മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ ആവലാതി പറയും, കുഞ്ഞുങ്ങളെക്കുറിച്ച് ആവലാതി പറയും, സഹോദരവർഗത്തെക്കുറിച്ച് ആവലാതി പറയും, പാരമ്പര്യത്തെക്കുറിച്ച് ആവലാതി പറയും, സഹവിശ്വാസികളെക്കുറിച്ച് പരാതികൾ പറയും. ഇങ്ങനെ പരാതികളും ആവലാതികളും എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ നമ്മെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ പരമാർത്ഥികളാണ് താനും. ആർക്കും ദോഷം ചെയ്യാത്തവരാ. നമ്മൾ ആരോടും ആർക്കും വിരോധമായിട്ടൊന്നും ചെയ്യുന്നില്ല. നല്ലൊരു മനസാക്ഷി നമുക്കുണ്ട്. പക്ഷെങ്കിൽ എന്താണെന്ന് അറിയാമോ? ചെയ്യുന്നതൊന്നും അനുഗ്രഹിക്കപ്പെടുകയില്ല.
അനേകം പ്രാവശ്യം ബിസിനസ് ചെയ്തു, അനേക ജോലികൾക്ക് പോയി, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ നോക്കി, തലമുറകൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ നോക്കി, എല്ലാം ഫെയിലാവും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ഇന്നലകളെ കുറിച്ചുള്ളതായ ചിന്ത, ഇന്നലെ നമുക്ക് വന്നതായ പരിഹാസങ്ങളെയും അപമാനങ്ങളെയും കുറിച്ച് നമ്മൾ ഓർത്ത് ഇന്നാര് നമുക്ക് ചെയ്തത് ഫലം കിട്ടാതെ പോയത്, അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയെങ്കിലും അതിൻ്റെ പല പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കരിഞ്ഞുപോയ അനേക കൃഷി, അനേക അനുഭവങ്ങൾ, അനേക പ്രയത്നങ്ങൾ കണ്ടുകൊണ്ട് മനം നൊന്ത് നമ്മൾ അതിൽ നിന്നെല്ലാം വിരമിച്ച് ഒരു പ്രത്യാശയുമില്ലാതെ ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നാം തന്നെ ബലഹീനപ്പെട്ടു പോകും, നിരാശപ്പെട്ടു പോകും. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള ജീവിതങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യൂ. നീ പുറമോട്ട് നോക്കാതെ ഇന്നലെ വരെയുള്ളതായി ഇതുവരെയും നീ കടന്നു വന്നതായ പാതകളെ മറന്നിട്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുക. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ഇന്ന് മുതൽ മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുക. ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നിടം വരെയും നിങ്ങൾ ഇന്നലകളെ നോക്കി പരിതപിക്കുന്നവരായിരുന്നു, ദുഃഖിക്കുന്നവരായിരുന്നു, സങ്കടം പറയുന്നവരായിരുന്നു, കണ്ണുനീരൊഴുക്കുകയായിരുന്നു. ഓരോരുത്തരെ എണ്ണി നീ നിന്റെ ജീവിതത്തിൽ ഹൃദയം പൊട്ടി തകർന്ന, പലപ്പോഴും നിന്റെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവളായി നിന്റെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ലെന്ന് നീ നിന്നെ തന്നെ വിധിയെഴുതി. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഇന്ന് മുതൽ നീ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുക. മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച് ദൈവത്തിന് ചില ഭാരമുണ്ട്. ദൈവത്തിന് അവരെ കരങ്ങളിലെടുക്കുവാൻ കഴിയും. മുൻപോട്ടുള്ളതായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ മറന്ന്, പിൻപിലുള്ളതൊക്കെ മറന്ന് ഞാൻ മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞു മുൻപോട്ട് പോകുമ്പോൾ ആ ഓട്ടത്തിൽ ഒരു അർത്ഥമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്ന അതാണ്, ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതെല്ലാം മറക്കുന്നു, ഇന്നലെ വരെയുള്ളതെല്ലാം ഞാൻ മറക്കുന്നു, എന്റെ മുൻപിലേക്കുള്ളതിനായി ഞാൻ ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പഴയ മനുഷ്യനെ റിപ്പയർ ചെയ്ത് തരികയല്ല, നമ്മളിൽ ഒരു പുതു മനുഷ്യനെ സൃഷ്ടിക്കും. പുതിയ ആലോചന, പുതിയ ഉപദേശം, പുതിയ ശക്തി, പുതിയ അഭിഷേകം, പുതിയ ബലം, പുതിയ പരിജ്ഞാനം, പുതിയ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ പുതിയ വഴികൾ ദൈവം നമ്മുടെ മുൻപിൽ തുറക്കും. നാം അതും പഴയതുമായിട്ട് കൂട്ടിക്കലർത്തുവാൻ പോയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. കർത്താവ് അതാണ് പറഞ്ഞത്, പഴയ തുണിയും പുതിയ തുണിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ അത് ഛിന്നഭിന്നമായി പോകും, കീറിപ്പോകും, അത് ഉപയോഗിക്കാൻ കഴിയുകയില്ല. പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരുകയില്ല, ആ തുരുത്തി പൊളിഞ്ഞു പോകും. ദൈവം പ്രവർത്തിക്കുന്നത് പുതിയ തുരുത്തിയിൽ കൂടെ, പുതിയ തുണിയിൽ കൂടെ, അല്ലെങ്കിൽ പുതിയ വസ്ത്രത്തിൽ കൂടെ, പുതിയ ആലോചനയിൽ. ഒരു പുതു മനുഷ്യനായി തീരുവാൻ ആർക്ക് സാധിക്കുന്നുവോ, ഒരു പുതിയ മനുഷ്യന്റെ ചിന്താഗതികൾ ആർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ, പുതിയ സന്തോഷത്തെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ, പുതിയ മനുഷ്യനായി തീരുവാൻ ആരാഗ്രഹിക്കുന്നുണ്ടോ, അവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഫലമില്ലാത്ത പല വൃക്ഷങ്ങളും നിന്റെ ജീവിതത്തിൽ ഫലം തരുന്നതായി കാണുവാൻ കഴിയും. ദൈവം പറയുകയാണ്, നീ മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ കുടുംബത്തിലാകമാനം, നിന്റെ സമൂഹത്തിൽ നീ നിൽക്കുന്നിടത്തൊക്കെയും ഒരനുഗ്രഹം നീ നിമിത്തം ഉണ്ടാകും. എന്താണെന്ന് അറിയാമോ? നീ പഴയതിനെ വിട്ടുകളഞ്ഞു, പഴയതിനെ നീ ഓർക്കുന്നില്ല. ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ ദൈവം നമ്മുടെ ഇന്നലകളെ ദൈവം മറന്നു കളഞ്ഞു. പാപം മറച്ച്, അല്ലെങ്കിൽ പാപം ക്ഷമിച്ചും ലംഘനങ്ങളെ മറച്ചും ഒക്കെ കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതിനെയെല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞു. നമ്മെ ഒരു പുതിയ മനുഷ്യനായി ദൈവം എണ്ണുമ്പോൾ ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും നാം പുതുമയുള്ളവരായി നാം ദൃഷ്ടി വയ്ക്കണം. ഇന്ന് മുതൽ നിങ്ങളുടെ ദൃഷ്ടിയെ മുൻപോട്ട് വയ്ക്കുവേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇന്ന് മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ, ഫലം തരാത്ത മുന്തിരിവള്ളികളെ കുറിച്ചും ഫലം തരാത്ത മാതളത്തെ കുറിച്ചും നാരകങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ആ അത്യവൃക്ഷങ്ങളെ കുറിച്ചുമുള്ളതായ നിന്റെ പരിതാപകരമായ, അല്ലെങ്കിൽ നിന്റെ ആവലാതികളും നിന്റെ സംശയങ്ങളും സകലതും നിർത്തിക്കൊണ്ട് ഇന്നു മുതൽ ഒരു പുതിയ പ്രത്യാശയ്ക്കായി നീ നിന്നെ തന്നെ നോക്കുകയാണെങ്കിൽ, ഒരു പുതു മനുഷ്യനായി നീ രൂപാന്തരപ്പെടുകയാണെങ്കിൽ ദൈവം നിന്റെ വഴികളെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ ദൈവം കരമേറ്റെടുത്തുകൊണ്ട് നിന്നിൽ കൂടി ഒരു പുതിയ അഭിഷേകം തന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കും. ഗോഡ് ബ്ലെസ് യു.